നിർമ്മല സിറ്റി ജംഗ്ഷനിൽ 2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. ബുധനാഴ്ച രാവിലെ പ്രദേശവാസികളാണ് മിൽമ പ്ലാന്റിലേക്കുള്ള റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള MCF-നോട് ചേർന്ന് അരയടി പൊക്കമുള്ള കഞ്ചാവ് ചെടികൾ കണ്ടത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഇടുക്കി എക്സൈസ് സംഘം സ്ഥലത്തെത്തി ചെടികൾ പിഴുതെടുത്തു. ഞാനിത് എങ്ങനെയാണ് കണ്ടെന്ന് പറയാം. ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ഈ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ വേണ്ടി ഒരു മിനി MCF അവിടെ കൊണ്ട് വെച്ചിരുന്നു. അതുകൂടാതെ അതിന് തൊട്ടിപ്പുറത്തുണ്ട് പുതിയത് കൊണ്ട് വെച്ചേക്കുന്നത്. ഇത് കൊണ്ട് വെച്ചപ്പോൾ ഇത് ഞാൻ നോക്കി. അങ്ങനെ നോക്കിയപ്പോഴാണ് അതിൻ്റെ താഴെ ഈ 2 സാധനം ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ആരോ ഇത് വലിച്ചിട്ട് ഇതിൻ്റെ അല്ല ഈ ഇത് കയ്യിലിട്ട് തിരുമ്മിയിട്ട് അതിൻ്റെ അരി എടുത്തിട്ടതാകണം. അങ്ങനെയാണ് അതിൻ്റെ സാധ്യത. അപ്പോൾ അവിടെ അതിൻ്റെ പരിഹാരന്മാർ വരുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ വിപണനവും ഇതുമായി ബന്ധപ്പെട്ട് കാണാം. അവിടെ ഇരുന്ന് മേടിച്ചിട്ട് ഇതിങ്ങനെ വലിക്കാൻ വേണ്ടി ഉരുട്ടി എടുത്തിട്ടിട്ട് അതിൻ്റെ ഭാഗമായിട്ട് കിളുത്ത് വന്നിട്ട് ഇവിടെ എപ്പോഴും എക്സൈസുകാർ വരുന്നൊരു തരവും കൂടെയാണ്. അവരെ അപ്പുറത്ത് ആ കടയിലൊക്കെ കിടന്നാണ് ചായ കുടിക്കുകയും ഇവിടെ ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരാണ് ഇതിങ്ങനെ കിളുത്ത് നിൽക്കുന്നത് കണ്ട് ഒരു കൗതുകം തോന്നുന്നു. അത് അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ ഉപയോഗം വിപണനം തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുള്ളതുകൊണ്ടാണ് ഈ സാധനം ഇവിടെ കിളുത്തത്. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ജാഗ്രതക്കുറവും ഇത് കിളുക്കാനിടയാകുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അവർ ആ നിലയ്ക്കുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവരിങ്ങനെ തമ്പടിക്കുകയും ഇത് ഉരുട്ടുകയും വലിക്കുകയും ഇതിൻ്റെ അരി എറിയുകയും ഒന്നും ഇവിടെ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണിത് വളർന്നു വന്നതും. ഇത് പിന്നെ HCN പോലുള്ള ഒരു വാർത്താ മാധ്യമത്തെ ഇതിൻ്റെ അകത്ത് ബന്ധപ്പെടുത്തി ഇതിൻ്റെ പടമെടുത്ത് ഇതൊരു ന്യൂസാക്കി മാറ്റണം എന്നൊരു വന്നിട്ടാണ് നിങ്ങളെ വിളിച്ചത്. ഇതാണ് സംഭവം. മേഖലയിൽ സാമൂഹിക വിരുദ്ധ ശല്യമുള്ളതായി നാട്ടുകാർ പറയുന്നു. പരിശോധന ശക്തമാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ PK സുരേഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷിജു ദാമോദരൻ, പ്രിവന്റീവ് ഓഫീസർമാരായ ഡെനിസൺ ജോസ്, AD ജെയ്സൺ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം ആരംഭിച്ചത്. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.